എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം നേരുന്നു. ഇത് നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്ത്. ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും എൻ്റെ എല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും എൻ്റെ വീഡിയോയിലേക്ക് ദൈവനാമത്തിൽ സഹൃദയം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ, അത് അനേകം വ്യത്യസ്ത അഭിപ്രായമുള്ള അനേകം സഭകളുണ്ട്. ആ സഭകളിൽ അനേകം ചുരുക്കം പേർ മാത്രം അനുഷ്ഠിക്കുന്ന ഒരു അനുഷ്ഠാന രീതിയാണ് ആഭരണ വർജനം. ഇത് പെന്തക്കോസ്റ്റിലെ ചുരുക്കം ചില ആൾക്കാർ, അല്ലെങ്കിൽ ബ്രദറൻ സഭാ വിഭാഗങ്ങളിൽ ചുരുക്കം ചില ആൾക്കാർ മാത്രം അനുസരിക്കുന്ന ഒരു അനുഷ്ഠാന രീതിയാണ് ആഭരണം വർജിക്കൽ. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ അനേകം വീഡിയോകൾ അതിനെ അനുകൂലിച്ചുകൊണ്ടും അത് പ്രതികൂലിച്ചുകൊണ്ടും, അതായത് ഇത് ദൈവകൽപ്പനയിൽ പെട്ടതല്ല, ചില മാനസികമായ കൽപ്പനകൾ അവർ ഉപദേശിക്കുന്ന ദുരുപദേശങ്ങളാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാനും അനേകം വീഡിയോകൾ ഇതിനു വേണ്ടി സോഷ്യൽ മീഡിയ വഴി സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പ് അജിത് ബ്രദർ എന്ന പേരിലൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. അത് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു പോയി. അതിൻ്റെ കാരണം എന്നും എനിക്കറിയില്ല. അതും ഇതുപോലുള്ള ദുരുപദേശപരമായ കാര്യങ്ങൾ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ട് അനേകം വീഡിയോകൾ ഇട്ടിരുന്നു. അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ അതിന് കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ അതിനുശേഷം ഉണ്ടാക്കിയ ഒരു യൂട്യൂബ് ചാനലാണ് ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക്. ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, ആഡിയൻസ് കുറവാണ്. ഇത് നിങ്ങളിൽ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. നമ്മൾ ഈ ആഭരണ വർജനം ദൈവകൽപ്പനയിൽ പെട്ടതാണോ, അതോ ചില ക്രിസ്തു മതക്കാർ ഉണ്ടാക്കിയ ചില അനുഷ്ഠാനങ്ങളാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മതം എന്നുള്ളത് അഭിപ്രായം എന്നുള്ളതാണ്. പ്രത്യേക അഭിപ്രായമുള്ള ക്രൈസ്തവ ഗ്രൂപ്പുകളാണ് ക്രൈസ്തവ മതം എന്ന് പറയുന്നത്. ഇപ്പോൾ ആഭരണ വർജനം എൻ്റെ പഠനത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ന്യായപ്രമാണത്തിന് മുമ്പേ തൻ്റെ ജനത്തോട്, ആകാൻ പോകുന്ന യാക്കോബിൻ്റെ കുടുംബത്തോട് ദൈവം കൽപ്പിച്ച കൽപ്പനയാണ് ആഭരണ വർജനം. ആഭരണ വർജനം അന്ന് ദൈവം കൽപ്പിച്ചത് ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ദൈവത്തോട് ചേരുവാൻ നമുക്ക് ശുദ്ധീകരണം ആവശ്യമുണ്ട്. അത് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലാണ്. അത് പറയുന്നതിന് മുമ്പ് യാക്കോബിന് ദൈവം ഇങ്ങനെ ഒരു കൽപ്പന കൊടുക്കുവാനുള്ള സാഹചര്യം, ഒരു പിൻകഥ അതിലുണ്ട്. അതായത് യാക്കോബ് അനേകം വർഷം സ്വന്തം കുടുംബത്തിൽ നിന്നും അകന്ന് മറ്റൊരു കുടുംബത്തിൽ പോയി ഭാര്യ വീട്ടിൽ താമസിച്ച് അവിടെ അടിമ വേല ചെയ്തു. അങ്ങനെ യാക്കോബ് സ്വന്തമായ അനേകം സ്വത്തുക്കൾ ഉണ്ടാക്കി തൻ്റെ സഹോദരനായ ഏശാവിനെ കാണുവാൻ മടങ്ങി വരികയും അവരോട് കണ്ടുമുട്ടി അവരുടെ സ്നേഹാന്വേഷണങ്ങളെല്ലാം സംസാരിച്ച് തീർന്ന ശേഷം യാക്കോബും കുടുംബവും ഷേഖേം എന്നുള്ള സ്ഥലത്തേക്ക് വന്ന് അവിടെ അവർ താമസം തുടങ്ങി. ആ സമയത്ത് ഈ യാക്കോബിന് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ദീന എന്നായിരുന്നു അവരുടെ പേര്. ആ ദീനയിൽ അതിസുന്ദരിയായതിനാൽ അവിടുത്തെ പ്രമാണിയായ ഷേഖേമിന് അവൾമേൽ താല്പര്യമുണ്ടാവുകയും സൂത്രത്തിൽ ഒരു ദിവസം ആ പെൺകുട്ടിയെ ബലാത്കാരം ചെയ്യുകയും ചെയ്തു. ഇതറിഞ്ഞ യാക്കോബിൻ്റെ മക്കൾ, ദീനയുടെ സഹോദരന്മാർ വളരെയധികം പ്രതികാര ദാഹത്തോട് മുന്നോട്ട് പോവുകയും ആ സമയത്ത് ഈ ഷേഖേം തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് ഈ ദീനയെ വിവാഹം കഴിക്കുവാൻ മുന്നോട്ട് വരികയും ചെയ്തു.
എന്നാൽ അതീവ സൂത്രശാലികളായ യാക്കോബിൻ്റെ മക്കൾ, അതായത് ദീനയുടെ സഹോദരന്മാർ, ഇവരോട് പ്രതികാരം ചെയ്യുവാൻ വേണ്ടി സൂത്രത്തിൽ അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അല്ല, ഒന്നെന്നുള്ളത്, ഞങ്ങൾ അബ്രഹാമിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്, ഞങ്ങൾ പരിച്ഛേദന ഏൽക്കുന്നവരാണ്, പരിച്ഛേദന ഇല്ലാതെ അഗ്രചർമ്മികളായ താങ്കളുമായി ഒരു കാരണവശാലും വിവാഹബന്ധം ഏർപ്പെടുവാൻ കഴിയില്ല. അങ്ങനെ കഴിയണമെങ്കിൽ നിങ്ങളും പരിച്ഛേദന ഏൽക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഷേഖയും അവരുടെ ആൾക്കാരും അതിന് തയ്യാറായി. അവരെല്ലാവരും ഈ പരിച്ഛേദന ഏറ്റു മുറിവോടുകൂടി വളരെ ഭാരപ്പെട്ട സമയത്ത് ഈ യാക്കോബിൻ്റെ മക്കൾ ചെന്ന് എല്ലാവരെയും കൊന്നു കളഞ്ഞു. ഇപ്പം ദേശം ഇളകി. അപ്പോൾ യാക്കോബ് വളരെയധികം ഭയപ്പെട്ടു. ഞങ്ങൾക്ക് എന്തായാലും ഈ ഷേഖയും ഈ രാജ്യത്ത് ജീവിക്കുവാൻ കഴിയില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ആ ദൈവം യാക്കോബിനോട് പറയുന്നൊരു ഭാഗമാണ്, നീ ഉടനെ പുറപ്പെട്ട്, അതായത് 35-ാമത്തെ വാക്യത്തിൽ 1 മുതൽ 4 വരെ വാക്യങ്ങളിൽ പറയുന്നതാണ്, നീ ഉടനെ പുറപ്പെട്ട് ബഥേലിലേക്ക് പോവുക, അവിടെ എനിക്കൊരു യാഗപീഠം പണിയുക, അതിനു വേണ്ടിയുള്ള ശുദ്ധീകരണം നീ ഒരുക്കിക്കോ എന്ന് ദൈവം പറഞ്ഞു. അപ്പോൾ യാക്കോബ് അതേപോലെ തൻ്റെ കൂടെ നിന്ന ഭാര്യയോടും മക്കളോടും ബാല്യക്കാരോടും അടിമകളോടും എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ശുദ്ധീകരണം പ്രാപിക്കുക എന്ന് പറഞ്ഞു. ഇതിൽ യാക്കോബിൻ്റെ ഭാര്യമാരിൽ ഒരാളായ റാഹേൽ, അവരുടെ പിതാവിൻ്റെ ആരാധിച്ചിരുന്ന അന്യദൈവ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങൾ കുണുക്കാതിലണിയുന്ന കുണുക്കുകളായിരുന്നു. കാരണം യാക്കോബ് ഈ റാഹേലിനെയും കൊണ്ട് മടങ്ങുമ്പോൾ ഈ പിറകെ ചെന്ന് റാഹേലിൻ്റെ പിതാവ് യാക്കോബോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭവനത്തിലുള്ള അന്യദൈവങ്ങളെ വിഗ്രഹങ്ങൾ എന്തിനു കൊണ്ടുപോയി എന്ന് ചോദിക്കുകയും അത് ഇല്ലാന്ന് യാക്കോബ് പറയും. എന്നാൽ ഈ റാഹേൽ ആ വിഗ്രഹങ്ങൾ തൻ്റെ സവാരി ചെയ്യുന്ന മൃഗത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുകയും ചെയ്തു. എന്നാൽ ആ ഭാഗത്ത് പിതാവ് പരിശോധിച്ച് നോക്കിയില്ല. അപ്പോൾ ആ അന്യദൈവ വിഗ്രഹങ്ങൾ, അതായത് ഈ കുണുക്കുകൾ, കാതിലണിയുന്ന ആഭരണങ്ങൾ, അന്ന് കാലത്ത് ആഭരണങ്ങൾ എന്നുള്ളത് വിഗ്രഹങ്ങളെ ആഭരണങ്ങളാകുമായിരുന്നു. ഈ ഷേഖേമിലെ ഈ കൂട്ടക്കൊലപാതകം യാക്കോബിൻ്റെ മക്കൾ ചെയ്തുകൊണ്ട് അവർ തിരിച്ച് പ്രതികാരം ചെയ്യുമെന്നൊരു ഭയപ്പെട്ടു. ഇവർക്ക് ആശ്രയിക്കാൻ വേറൊരു വഴിയില്ല, എല്ലാം ആശ്രയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് യഹോവയിൽ, സത്യദൈവമായ യഹോവയിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഭയന്നുകൊണ്ട് അവരുടെ കയ്യിലിരുന്ന സകല ആഭരണങ്ങളും യാക്കോബിനെ ഏൽപ്പിച്ചു. കാതിലെ കുണുക്കുകൾ എന്ന് പ്രത്യേകം എടുത്തു പറയുന്ന വിഗ്രഹങ്ങൾ ആയ കുണുക്കുകളെയും കാതിലിടുന്ന കുണുക്കുകളെയും എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അതിന് മനസ്സിലാകുന്നതും ആ ആഭരണങ്ങളെല്ലാം വിഗ്രഹങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കുണുക്കുകളെ യാക്കോബ് ഷേഖേമിൽ നിന്നും ബഥേലിൽ പോകുന്നു. ഷേഖേമിൽ തന്നെ ഒരു കരുവേലകത്തിൻ്റെ താഴെ കുഴിച്ചിടുകയാണ് ചെയ്തു. അപ്പോൾ ആ കരുവേലത്തിന് താഴെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. ആ തിരിച്ച് കിടാൻ വേരുകൾ കൊണ്ട് മൂടുന്ന ഒരു മരമാണ്. ചിലർ പറയുന്നു കരുവേലത്തെ പറ്റി ആ വേര് മണ്ണിൽ കിടന്നാൽ ആ ഏത് ലോഹവും ഉരുവി മണ്ണായി മാറുമെന്നാണ്. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിവില്ല. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഷേഖേമിൽ ഉപേക്ഷിച്ചിട്ട് പോയ ഈ ആഭരണങ്ങളെ ഒരിക്കലും ആരും തിരിച്ചു വന്ന് കുഴിച്ചെടുത്തതായിട്ട് തിരുവെഴുത്തിൽ രേഖയില്ല. അവർ ബഥേലിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ആഭരണങ്ങളെ ഉപേക്ഷിക്കുന്നത് ശുദ്ധീകരണം എന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. ഇനി രണ്ടാമത്, ന്യായപ്രമാണത്തിൽ തന്നെ ആഭരണം ഉപേക്ഷിക്കുവാൻ ദൈവം കൽപ്പന കൊടുക്കുന്നുണ്ട്. അതിനുള്ള ഭാഗം എന്നുള്ളത് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ്. അതായത് ജനങ്ങളുടെ നിർബന്ധപ്രകാരം അഹരോൻ അവരെ കയ്യിലുണ്ടായിരുന്ന മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്ന ഇസ്രായേൽ ജനക്കൂട്ടത്തെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം കൂടെ തീയിലിട്ട് ഉരുക്കി ഒരു കാളക്കുട്ടി വാർത്തെടുത്തു. അവർ അത് വെച്ച് ദൈവം ആരാധിച്ചു എന്നാണ് പുറപ്പാട് പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ കോപിതനായ ദൈവം എന്ത് ചെയ്യുമെന്ന് മോശയ്ക്ക് മനസ്സിലായി. മോശ വളരെയധികം ഭയപ്പെട്ടു. കാരണം മോശയെ പിൻപറ്റിക്കൊണ്ടു ജനം എല്ലാത്തിനെയും ദൈവം നശിപ്പിക്കുമെന്ന് അറിയാമായിരുന്നു. കാരണം ഈ സോദോമിലും ഗോമോറയിലും അല്ലെങ്കിൽ നോഹയുടെ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യാത്ത ജനത്തെ എന്തു ചെയ്തു എന്ന് അവരുടെ തലമുറക്കാർ പറഞ്ഞൊരു കഥയെങ്കിലും
മോശയ്ക്കുണ്ടായിരുന്നു. അതും പ്രകാരം മോശ അവസാനത്തെ കണ്ണി എന്നോണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായത് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നു, ഈ ജനം പാതകം ചെയ്തു, പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവമുണ്ടാക്കിയിരിക്കുന്നു, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭാഗത്താണ് ദൈവം മറുപടി കൊടുക്കുന്നതാണ് 33-ാം അധ്യായത്തിൽ 4 മുതൽ 6 വരെയുള്ള ഭാഗം. അതൊന്ന് വായിച്ചു നോക്കാം. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീയും മിസ്രയീം ദേശത്ത് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ. ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യൻ, അമോര്യൻ, ഹിത്യൻ, പെരിസ്യൻ, ഹിവ്യൻ, യെബൂസ്യൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. വഴി വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല എന്ന് പറഞ്ഞു. കാരണം ഒരിക്കലും നിന്റെ പ്രാർത്ഥന കേട്ടതിൻ്റെ പേരിൽ നിന്നെ നശിപ്പിക്കുവാൻ ഞാൻ ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. പക്ഷെ നിന്റെ മുമ്പിൽ ഞാൻ നിന്നെയും നിന്റെ ജനത്തെ നശിപ്പിക്കുവാൻ ഒരിക്കലും നടക്കുകയില്ല. അതിൽ എന്ത് ചെയ്യണമെന്നും തൊട്ടടുത്ത് ദൈവം പറയുന്നു, നീ ദുശാഠ്യമുള്ള ജനം ആകുന്നു. നീ ജനം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് 12 ഗോത്രങ്ങളെയാണ് ചേർത്തത്. ദുശാഠ്യമുള്ള ജനമാകുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. കാരണം ആ ദുശാഠ്യമുള്ള ജനമാണെന്ന് ദൈവം അവിടെ കൽപ്പിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ എല്ലാവരും വിഷമിക്കുകയും ദുഃഖിക്കുകയും ഭയപ്പെടുകയും ചെയ്തു. പിന്നെ അതിനുശേഷം ഇതിന് കാരണം എന്താണ്? ആഭരണമാണ്. ആഭരണം ഉരുക്കി കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിലാണ് ഇത്രയും വിഷയമായത്. എന്നിട്ട് അടുത്ത് പറയുന്നത്, ജനം ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണം എന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളയുക. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നിന്നെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ നിന്റെ ഇടയിലുള്ള ആഭരണങ്ങളെ നീക്കിക്കളയുക. അത് ന്യായപ്രമാണ പുസ്തകത്തിൽ മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന കൽപ്പനയാണ്. ആർക്കാണ്? ദൈവത്തിൻ്റെ സ്വന്തം ജനമായ സ്വന്തം മക്കളായ ഇസ്രായേൽ മക്കളോട്. യാക്കോബിൻ്റെ മക്കളായ 12 ഗോത്രത്തിൽപ്പെട്ട ജനങ്ങളോടാണ് പറയുന്നത്. ആ ജനമാണ് നമ്മൾ ഇന്നും. കാരണം ഇസ്രായേൽ മക്കൾ ദൈവം പറഞ്ഞ വാക്കുകൾ അനുസരിക്കാത്തവരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് യഥാർത്ഥ മശിക ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ ജനം എന്ന് പറയുന്ന ഈ ഇസ്രായേൽ ജനത്തിന് കണ്ടെത്തുവാൻ കഴിയാത്ത, ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ ഇസ്രായേൽ ജനം അവരിൽ ഫലം കായ്ക്കാത്തത് കൊണ്ട് ദൈവരാജ്യം ജാതികളിലേക്ക് വന്നു എന്നാണ് തിരുവെഴുത്ത്. ആ ജാതികളാണ് നമ്മൾ. അവർ പറഞ്ഞാൽ അനുസരിക്കാത്തത് കൊണ്ട് അവർക്കുണ്ടായ നേട്ടമാണ് നമ്മളിലേക്ക് മറന്നത്. ഈ ജാതി എന്ന് പറഞ്ഞ് നമ്മളിലേക്ക് മറഞ്ഞത്. സുവിശേഷം കേട്ട് അതിൽ വിശ്വസിച്ച് അത് അനുസരിക്കുന്നവരാണ് ശരിയായിട്ടുള്ള ദൈവത്തിൻ്റെ ജനം. അന്ന് മോശയോട് ദൈവം കൽപ്പിച്ച ആ ജനം, ശരിയായിട്ടുള്ള ജനം നമ്മളായി മാറി വന്നതാണ്. അവർക്ക് കിട്ടേണ്ട സൗഭാഗ്യം അവർ വചനം അനുസരിക്കാത്തത് കൊണ്ട് നമ്മളിലേക്ക് മടങ്ങി വന്ന ഒരു സംഗതിയാണ്. അത് എല്ലാവരും തിരിച്ചറിയുക. അപ്പം നമ്മൾ അവരെ പോലെ ആകരുത്. ആരെ പോലെ? ഇസ്രായേൽ മക്കൾ പോലെ ദുശാഠ്യമുള്ള ജനമാകരുത്. അവരെ ആഭരണം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അതിൽ പ്രസാദിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ നമ്മളും ദൈവകൽപ്പന അനുസരിക്കണം, അത് മാനിക്കണം, അതനുസരിച്ചേ പറ്റൂ. പിന്നെ 3ാമത് പറയുന്നു, ആഭരണം നീക്കിക്കളയുക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് മോശയോട് കൽപ്പിച്ചിരുന്നു. അതൊരു കൽപ്പനയാണ്. ഇസ്രായേൽ മക്കൾ ഫലം കായ്ക്കാത്തത് കൊണ്ടാണ് ദൈവരാജ്യം ആർക്ക് കിട്ടിയത്? ജാതികൾക്ക്. അപ്പം ആ ജാതികളും ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത കൽപ്പന പ്രമാണിക്കണം. ആ പ്രമാണിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ മക്കളായി മാറുകയുള്ളൂ. പിന്നെ അവിടെ പറയുന്നുണ്ട്, അങ്ങനെ ഹോറേബ് പർവ്വതത്തിൽ നിന്ന് തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചിട്ടില്ല. ഈ തിരുവെഴുത്ത് എഴുതുന്നവരെ ധരിച്ചിട്ടില്ല. എന്നാൽ ഈ മറ്റു രാജാക്കന്മാരുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം ഒക്കെ വായിക്കുമ്പോൾ അതിൽ പല ഭാഗത്തും എഴുതി കാണുന്നു, യഹോവയെ അറിയാത്തൊരു ജനം ഇസ്രായേലിൽ ഉണ്ടായി എന്ന് പറയുന്നു.
ആ ജനമാണ് ഈ പല ദൈവകൽപ്പനകളിലും കൽപ്പനകളിൽ അനുസരിക്കാതെ മാനുഷികമായ കൽപ്പനകളിൽ ദുരുപദേശകന്മാരെ, ഇപ്പോഴുള്ളത് എല്ലാം ദുരുപദേശങ്ങളിൽ അടിമപ്പെട്ട് പോയത്. അപ്പോൾ അവരെ വീണ്ടും പഴയ പടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം പല പ്രവാചകന്മാരിൽ കൂടിയും പ്രവചിച്ചിട്ടുണ്ട്. സംസാരിച്ചത് മാത്രമല്ല, പ്രവചിച്ചിട്ടുണ്ട്. ആഭരണം ഉപേക്ഷിച്ചതിന് വീണ്ടും തിരിച്ച് മടക്കി ആഭരണം ഉപേക്ഷിച്ചവരെ പറ്റി പല ഭാഗങ്ങളിലും പല പ്രവാചകന്മാരും 5ഓളം ഭാഗങ്ങളിൽ, 5 അതിലധികം ഭാഗങ്ങളിൽ പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ആഭരണം അണിയുന്ന സ്ത്രീകൾക്ക് അവരുടെ പുരുഷന്മാരെയും അതായത് വീരന്മാരെയും നഷ്ടപ്പെടും എന്നാണ് അവിടെ വിവരിക്കുന്നത്. അതായത് കാലിലെ തള, കാൽച്ചിലമ്പ്, നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതിലെ കടകം, കവണി, തലപ്പാവ്, മോതിരം, മൂക്കുത്തി, ഇങ്ങനെയുള്ള അണിയുന്ന സ്ത്രീകളെപ്പറ്റി, അവരെ ഭാവിയെപ്പറ്റി അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അത് അവരുടെ പുരുഷന്മാർ ചിലപ്പോൾ ഭർത്താവ് വരാം, സഹോദരന്മാർ വരാം, പിതാവ് വരാം, അവർക്ക് നഷ്ടപ്പെടാം എന്നാണ് അവിടെ പറയുന്നത്. പിന്നീട് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം മുതൽ പറയുന്നുണ്ട്, ആഭരണം വ്യർത്ഥമായ, അത് അർത്ഥമില്ലാത്ത സൗന്ദര്യം ഉണ്ടാക്കി തരുന്ന ഒരു സാധനമാണ്. അത് പലതും അത് അണിയുന്നവർക്ക് പ്രാണഹാനി ഉണ്ടാക്കി വയ്ക്കും എന്നും അവിടെ ദൈവം പ്രവചിക്കുകയാണ്. പിന്നെ ഉള്ളത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 20-ാമത്തെ അധ്യായം മുതൽ പറയുന്നുണ്ട്, ആഭരണം എന്നുള്ളത് മനുഷ്യൻ ഡംഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ദൈവം മനസ്സിലാക്കുന്നു. ഡംഭം എന്ന് പറഞ്ഞത് സ്റ്റൈല് കാണിക്കുക, അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറയും പോസ് കാണിക്കാനെന്ന് പറയും, അല്ലെങ്കിൽ അടിച്ചു പൊളിക്കുവാനെന്ന് പറയും. അതുകൊണ്ട് മനുഷ്യന് ഒരു ഉപയോഗമില്ല. നീ വ്യർത്ഥമായിട്ടുള്ള ഒരു രീതിയാണ് ആഭരണ ഉപയോഗം. അത് ദൈവത്തിൻ്റെ ന്യായവിധി ദിവസത്തിൽ വിടുവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് കടന്നു പോകുമെന്നും അവിടെ യെഹെസ്കേൽ പ്രവാചകനിൽ കൂടി ദൈവം സംസാരിക്കുന്നുണ്ട്. ഈ ആഭരണം അണിയുന്നവരെ ദൈവം കാണുന്നത് മലം അണിയുന്നവരായിട്ടാണ്. ആഭരണത്തെ മലമായിട്ടാണ് ദൈവം അവിടെ കാണുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. അതായത് ആഭരണം എന്നുള്ളത് അണിയുന്ന സ്ത്രീകൾ അവർ പുരുഷ രൂപങ്ങളെ ഉണ്ടാക്കി അവരുമായി പരസംഗം അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുന്ന ഒരു രീതിയായിട്ടാണ് ദൈവം യെഹെസ്കേൽ പ്രവാചക പുസ്തകം 16-ാം അധ്യായത്തിൽ ദൈവം പ്രവചിക്കുന്നത്. പിന്നെ അടുത്ത് 5-ാമത് പറയുന്നത് സെഫന്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ, യഹോവയുടെ ക്രോധ ദിവസത്തിൽ വെള്ളിയും പൊന്നും അണിയുന്ന ആരും രക്ഷപ്പെടില്ല എന്ന് പറയുന്നു. ഈ ക്രോധ ദിവസം എന്നുള്ളത് ന്യായവിധിയാണ്. പ്രകാരം ഈ ആഭരണം അണിയുന്നവർക്ക് രക്ഷയില്ല, നിത്യജീവൻ ലഭിക്കുകയില്ല, നിത്യനരകമാണ്. തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇനി പുതിയ നിയമ പുസ്തകത്തിൽ കൂടിയും യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ കൂടിയും ദൈവത്തിൻ്റെ ആത്മാവ് ആഭരണ ഉപയോഗത്തിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, 1 പത്രോസ് 3-ാം അധ്യായം 3-6 അതിലും 1 പത്രോസ് 1:18 ആവർത്തിച്ച് ആഭരണ ഉപയോഗത്തെപ്പറ്റി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഇത് പഴയ നിയമം പുതിയ വ്യത്യസ്തമല്ല, പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. അതിൽ പറയുന്നത് 1:18 പറയുന്നത്, മനുഷ്യനെ വീണ്ടെടുത്തിരിക്കുന്നത് അഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ആഭരണങ്ങളല്ല, അതായത് ക്രിസ്തു എന്ന നിർദോഷിയും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ്. വീണ്ടും ഭാര്യമാരായ സ്ത്രീകളോട് പൊന്ന് അണിയുന്നതല്ല ഒരു പെണ്ണിൻ്റെ അലങ്കാരം എന്നുള്ളത് സൗമ്യതയും സാവധാനവുമുള്ള മനസ്സിനെ തന്നെ അണിയിക്കുന്നതാണ് ഒരു പെണ്ണിൻ്റെ യഥാർത്ഥ വിശുദ്ധ സ്ത്രീകളുടെ ശരിയായ അലങ്കാരം എന്നുള്ളത്. അപ്പോൾ ആഭരണം അല്ല ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം. അതായത് പൊന്നും മുത്തും കൊണ്ടുള്ള അലങ്കാരമല്ല സ്ത്രീകൾക്ക് വേണ്ടത്, ഉചിതമാം വണ്ണമുള്ള സൽപ്രവൃത്തി കൊണ്ടത്രേ സ്ത്രീ അലങ്കരിക്കുന്നത്. അവിടെയും പറയുന്നത് അവരുടെ സൽപ്രവൃത്തികൾ, നന്മ പ്രവൃത്തികൾ, അവിടെയാണ് അതാണ് ഒരു പെണ്ണിൻ്റെ അലങ്കാരം, ആഭരണമല്ല. ഇതിൽ നിന്നും വളരെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ കഴിഞ്ഞു
എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ആഭരണ വർജനം ഒരു സഭയുടെയോ ഒരു വ്യക്തിയുടെയോ ഒരു മാനുഷികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ദുരുപദേശപരമായിട്ടുള്ള ഒരു ചടങ്ങല്ല, ഒരു ആചാരമല്ല, ഒരു അനുഷ്ഠാനമല്ല. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഒരു മാറ്റവുമില്ല. ന്യായവിധി ദിവസത്തിൽ നിങ്ങൾക്ക് ന്യായവിധിയിൽ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ആഭരണം അണിഞ്ഞവരാകരുത് എന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ കൂടി ന്യായപ്രമാണത്തിന് മുമ്പ് എല്ലാ ഭാഗങ്ങളിലും അത് വ്യക്തമായി പറയുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ഈ വീഡിയോ അവസാനം വരെ വീക്ഷിച്ചതിൽ നിങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ദൈവനാമത്തിൽ നമുക്കിനി വീണ്ടും കാണാം.